പല സെക്ടേഴ്സിൽ നിന്നുള്ള ആൾക്കാർക്കുള്ള പ്രോപ്പർ സൊല്യൂഷൻ കൊടുക്കാൻ ഒരു ഡോക്ടർ പോലും അല്ലാതെ ഇതിനെക്കുറിച്ച് അങ്ങനെ അഗാധമായിട്ട് പഠിക്കുക പോലും ചെയ്യാത്ത ബേസ് ചേച്ചിക്ക് എങ്ങനെയാണ് എല്ലാ സെക്ടേഴ്സിലേക്കും ഈക്വലി നല്ല നോളജും അറിവും ഡയറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അതിനകത്ത് എനിക്കൊരു ഭാഗ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലൈഫ് നെറ്റ് കാണുന്നത് കൂടുതലും പുറത്ത് ഉള്ളവരാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ അതോ കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും കാണുമ്പോഴും അവർക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഒരു ഡോക്ടർ അല്ലല്ലോ, അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടാണെന്നല്ല. പക്ഷേ ഇന്ത്യക്ക് വെളിയിലുള്ളവർ, US, കാനഡ, ഓസ്ട്രേലിയ, അയർലൻഡ്, UK, ഇറ്റലി, മിഡിൽ ഈസ്റ്റിലെ എല്ലാ സ്ഥലത്തുനിന്നും ഇത്രയും ആളുകൾ ഇവിടെ നിന്നൊക്കെ ഉള്ളവരാണ് നമ്മുടെ ഡയറ്റ് പ്ലാനിൽ അധികമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ബോഡിക്ക് സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. മിഡിൽ ഈസ്റ്റിനെ മാറ്റി നിർത്തുക, കാര്യം മിഡിൽ ഈസ്റ്റിൽ കുറച്ചും കൂടി ആരോഗ്യ സംവിധാനങ്ങൾ ഈസിയാണെന്ന് പറയും. പക്ഷേ ഇപ്പം US-ലോ കാനഡയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് അവരിപ്പം ഒരു പെട്ടെന്നുള്ള ഒരു ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ മനസ്സിലാകും ഇമ്മ്യൂണിറ്റിയെ റൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ രാജ്യങ്ങളിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. ബട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നില്ല അല്ലേ? നമ്മൾ എന്താ ഓർക്കുന്നത്? നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ മുന്നിൽ ഹോസ്പിറ്റലുണ്ട്, ഡോക്ടറുണ്ട്, മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അല്ലെ ഈനോ ഉണ്ട്, അൻറ്റാസിഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്, പരീക്ഷിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അവർക്കറിയാം അവർക്കൊരു പെട്ടെന്നൊരു കെയർ കിട്ടില്ല. ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത്, നമ്മൾ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പോലും ഒരു സിസ്റ്റം, ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ വന്ന് നമ്മളെ നോക്കി അവർ അസസ് ചെയ്തിട്ട് നമ്മൾ ക്രിട്ടിക്കൽ എല്ലാം തോന്നിക്കഴിഞ്ഞാൽ അവർ സെൽഫ് ഹീലിങ്ങിന് പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നത്. അതോടൊപ്പം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലുള്ളവർ, ബാംഗ്ലൂർ, ചെന്നൈ, ബോംബെ എല്ലായിടത്തുനിന്നും ഉള്ളവരുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, ആൾക്കാർക്ക് കുറച്ചൊക്കെ പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്കിന് അവിടെ അവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്ഭുതം കൊടുക്കുന്ന കാര്യമാണ്. കാര്യം അവർ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവരുടെ കൂടെ തന്നെയുള്ള വിദേശീയർ അവിടെ താമസിക്കുന്നവരാണെങ്കിലും അവർ കൂടുതലും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവരിത് കഴിച്ച് ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കുന്നു. ഇവർക്ക് അസുഖമില്ല. നമ്മൾ ഓരോരോ അസുഖം എന്ന് പറയുമ്പം ഇവർക്ക് അസുഖമില്ല. അപ്പൊ ഇവർ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുപോലെയൊക്കെ കഴിക്കണം, പക്ഷെ ഇത് എങ്ങനെ കഴിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴാണ് ഓക്കെ ഇതൊക്കെ ഇങ്ങനെ ക്യൂർ ചെയ്യാം അല്ലേ എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് വന്നത്. അപ്പൊ അതിന് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം കൂടെ അവർക്ക് വന്നപ്പോഴത്തേക്ക് അത് മെന്റലി, ഇമോഷണലി എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് അതിലേക്ക് അവർ വന്നത്.